പൾസർ സുനിയിൽ ഈ കേസ് അവസാനിക്കുകയാണെന്ന തരത്തിൽ ആരോപണങ്ങൾ പോലീസിനെതിരെ അന്വേഷണ സംഘത്തിനെതിരെ ഉയർന്നിരുന്നു. ടി.പി. സെൻകുമാർ തന്നെ കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് അദ്ദേഹം DGP ആയിരുന്ന കാലത്ത് പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്നാൽ ഇന്നിപ്പോൾ ഈ കേസിൽ ആരോപണ വിധേയനായ ഏറ്റവും പ്രമുഖനായ ആളെ തന്നെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് പോലീസ് മുന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ കേസ് ശരിയായ ദിശയിൽ തന്നെ ഇത്രയും കാലം മുന്നോട്ട് പോയി എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഒരുപക്ഷേ CBI അന്വേഷണം വേണമെന്നുള്ള ഞങ്ങളൊക്കെ നടത്തിയ ആവശ്യവും DGP സെൻകുമാർ ഈ കേസ് തെറ്റായ വഴിക്കാണ്, അതായത് സംഘത്തലവനെ കൂട്ടാതെയാണ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ കാര്യവും കേരള സമൂഹത്തിൽ ജീവിതത്തിന്റെ വിവിധ മേഖലയിലുള്ള ആളുകൾ ഇതിനെ പ്രതിയെ പിടിക്കണമെന്ന് പറഞ്ഞ് ശക്തമായ സമ്മർദ്ദവും ഒരുപക്ഷെ നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ പോലീസിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും എന്ന് വേണം കരുതാൻ. ഏതായാലും ഞാൻ പ്രത്യേകിച്ച് ലോക്കൽ MLA എന്ന നിലയിൽ CBI ഈ കേസ് അന്വേഷിക്കണമെന്ന് പറയാൻ കാരണം ഈ കേസിൽ യഥാർത്ഥ കുറ്റവാളികളെ പിടിക്കപ്പെടണം എന്നുള്ളതുകൊണ്ടാണ്. അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങളെ പറ്റി ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും തോമസ്, വർഷങ്ങളായുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങളിൽ നമുക്ക് കിട്ടുന്ന സൂചന. 2013 മുതൽ ഈ കേസിന് ആസ്പദമായ സംഭവങ്ങൾ അവിടെ നിലനിൽക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ, മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി, ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് തന്നെ ഏറ്റവും വലിയ നാണക്കേടാകുന്ന രീതിയിൽ ഒരു നടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ പ്രമുഖ നടൻ, ജനപ്രിയ നടൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നടൻ അറസ്റ്റിലാകുന്നു. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഞാനത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസ് ഉണ്ടായ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൽ ഗൂഢാലോചനയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കേസ് വല്ലാത്ത ഒരു രീതിയിലേക്ക്, ഒരു വഴിത്തിരിവിലേക്ക് മാറി. അതിനനുകൂലമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു ദിലീപ് അറസ്റ്റിലായി എന്ന വിവരം. അല്ല, അതായിക്കോട്ടെ. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞത് തെറ്റായി പോയെന്ന് കേരള ജനതയോട് പരസ്യമായിട്ട് മാപ്പ് പറയാനെങ്കിൽ ഈ അവസരം ഉപയോഗിക്കണം. നന്ദി ശ്രീ P.T. തോമസ് പ്രതികരിച്ചത്. ഇപ്പോൾ ബിനിൽ ചേരുന്നു ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്നും. ബിനിൽ, 2013 മുതൽ ഈ കേസിനാസ്പദമായ സംഭവങ്ങൾ നിലനിൽക്കുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുമ്പോൾ ഈ നടിയും ദിലീപുമായുള്ള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണോ അതോ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇവർക്കുണ്ടായിരുന്ന ഇടപാടുകളാണോ? ഏതാണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തന്നെയാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിയൽ എസ്റ്റേറ്റ് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. ആ വിഷയങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചതാണ്. വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുടെ പേരിൽ തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നാണ് നമുക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വ്യക്തമാകുന്നത്. 2013 ഈ സംഭവങ്ങളുടെ തുടക്കം നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എറണാകുളത്തെ ഒരു ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ നിർദ്ദേശം പോകുന്നത് എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന ഏറ്റവും പുതിയ വിവരം. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഈ നടിയെ ആക്രമിക്കുന്നതിനുള്ള പല പദ്ധതികളും പൾസർ സുനി ആവിഷ്കരിച്ചിരുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് ഈ ഇത്തരത്തിൽ നടി ആക്രമിക്കപ്പെടുന്നത് എന്നും വ്യക്തമായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ദിലീപിന്റെ അറസ്റ്റിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യവട്ടത്തിൽ ദിലീപിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ച സമയത്ത് പോലീസ് കൃത്യമായി ദിലീപിൽ നിന്ന് ചില വിവരങ്ങൾ തേടിയിരുന്നു. ആ വിവരങ്ങൾ പിന്നീട് പരിശോധിച്ചപ്പോൾ വസ്തുതകൾക്ക് വിരുദ്ധമായ ചില വിവരങ്ങൾ ദിലീപ് ആദ്യഘട്ടത്തിൽ പോലീസിന് നൽകിയിരുന്നുവെന്ന് വ്യക്തമാവുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. യാതൊരു ബന്ധവുമില്ല എന്നാണ് ദിലീപ് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ദിലീപിന്റെ ഒരു സെറ്റിൽ നിന്ന് പൾസർ സുനിയുടെ ഫോട്ടോ അടക്കമുള്ള തെളിവുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വർഷങ്ങളായി ദിലീപിന് പൾസർ സുനിയെ പരിചയമുണ്ടായിരുന്നു എന്നാണോ? വർഷങ്ങളുടെ പരിചയം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിലീപ് പോലീസിനെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിൽ പറഞ്ഞ കാര്യങ്ങൾ പല വസ്തുതകൾക്ക് നിരക്കാത്തത് തന്നെയാണ് എന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. 2013 ഇതിന്റെ സംഭവങ്ങളുടെ തുടക്കമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം നടിയെ ഈ ഫെബ്രുവരി 17 ആക്രമിക്കുന്നതിന് മുൻപ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പൾസർ
സുനി തുനിഞ്ഞിരുന്നു. അത് സംസ്ഥാനത്തിന് പുറത്തു വച്ചായിരുന്നു. എന്നാൽ അത് നടക്കാതെ പോവുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഈ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് പോവുകയും ചെയ്തിരിക്കുന്നത്. പോലീസിനെ കഴിഞ്ഞ ദിവസം ദിലീപിന്റെ സുഹൃത്തുക്കളെയും ബിസിനസ് പങ്കാളികളെയും അടക്കം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഈ കേസിലെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ തമ്മിലുള്ള അതിന്റെ പങ്കാളിത്തം മനസ്സിലാക്കാനായി ആദ്യഘട്ടത്തിൽ ദിലീപിനെയും നാദിർഷയെയും ഏതാണ്ട് 12 മണിക്കൂറിലധികം പോലീസ് ചോദ്യം ചെയ്ത ശേഷമാണ് ആലുവ പോലീസ് ക്ലബിൽ നിന്ന് വിട്ടയച്ചത്. അതിനുശേഷം ഇന്ന് വീണ്ടും വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്തൊരു നടപടിയിലേക്ക് തന്നെ പോലീസ് നീങ്ങിയത്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ പോലീസ് വാഹനം വിളിച്ചപ്പോൾ ഏതാണ്ട് 2-3 ആഴ്ചയ്ക്ക് ശേഷമാണ് ദിലീപ് ഈ കേസിൽ ഒരു പരാതി നൽകാൻ തയ്യാറായത്. അതിൽ ഇതുവരെ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടില്ല. അന്ന് തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ ദിലീപിന്റെ പങ്ക് സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഇക്കാര്യത്തിൽ പോലീസിന് വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഈ കേസിൽ ദിലീപിന്റെ പരാതിയിൽ കേസെടുക്കാതിരുന്നത്. കാരണം ദിലീപ് പരാതി നൽകുന്നത് തന്നെ ഇത്തരത്തിൽ ഫോൺ വിളി ഉണ്ടായതിനു ശേഷം ഏതാണ്ട് ആഴ്ചകൾക്ക് ശേഷമാണ് പോലീസിൽ പരാതി നൽകുന്നത്. അത്തരത്തിലൊരു പരാതിയിലേക്ക് കടക്കുന്നത് പോലും ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിലടക്കം പുറത്തു വരികയും ചില മാധ്യമങ്ങളിലടക്കം ചില സൂചനകൾ നൽകുന്ന വാർത്തകൾ പുറത്തേക്ക് വരികയും ചെയ്ത ഘട്ടത്തിൽ മാത്രമായിരുന്നു അത്തരത്തിലൊരു പരാതിയിലേക്ക് ദിലീപും നാദിർഷയും പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സാഹചര്യത്തിലാണ് ദിലീപിന്റെയും നാദിർഷയും പൾസർ സുനി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയുകയാണ്. പണം ആവശ്യപ്പെട്ട് ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്തത് സംബന്ധിച്ച് അദ്ദേഹം പരാതി നൽകിയിരുന്നു. പക്ഷെ അതൊക്കെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ദിലീപ് ചെയ്തതാണെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ദിലീപ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. എനിക്കത് സത്യത്തില് ഇത്രയും നാള് ഇങ്ങനെ ന്യൂസിൽ ഇങ്ങനെ കാറ്റിലുണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു, എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിരുന്നതാണ്, ഒരിക്കലും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ആകരുതെന്ന് പ്രാർത്ഥിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഒന്ന് പറയട്ടെ, മലയാള സിനിമയിലെ എന്താ പറയാ ഈ പകപോക്കലും വിദ്വേഷവും ഒക്കെ എവിടം വരെ ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. ഇത്തരക്കാരൊക്കെയാണ് മലയാള സിനിമ നയിക്കുന്നതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഇത്തരക്കാരൊക്കെയാണ് മലയാള സിനിമയിലെ പല സംഘടനയുടെയും നേതാക്കന്മാര്.